ഹായ്, നമസ്കാരം. കൃഷ്ണ കൺസ്ട്രക്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇവിടെ പണി പൂർത്തിയാക്കിയ ഒരു വീടിൻ്റെ ബേസ്മെൻറ്റുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. പണി പൂർത്തിയാക്കി 5 കൊല്ലം കഴിഞ്ഞു. അവർ പാർക്കിംഗ് ടൈലൊക്കെ ഒട്ടിച്ച് വളരെ മനോഹരമാക്കിയ ഒരു തറ ഇടിഞ്ഞ് താന്നുപോയി. ഇതിനനുസരിച്ച് ഞങ്ങളുടെ കമ്പനിയെ വിളിക്കുകയും ഞങ്ങളത് മനസ്സിലാക്കിയ കാര്യം, ഈ മണ്ണിൻ്റെ അടിയിൽ ചിതലിൻ്റെ അംശം ഉണ്ടായിരുന്നു. അതാണ് മണ്ണ് പെട്ടെന്ന് ഇടിഞ്ഞ് താന്നു പോകാനുള്ള സാധ്യത കൂടുതലായത്. അതായത് വീട് പണി നടക്കുമ്പോൾ ചിലപ്പോൾ അറിയാത്ത ജോലിക്കാരായിരിക്കാം ഈ പഴയ തടിയുടെ വേസ്റ്റൊക്കെ എടുത്ത് മണ്ണിൻ്റെ അടിയിലിട്ട് അവർ മണ്ണ് എർത്ത് ലെവലിങ് ചെയ്യും. അങ്ങനെ ചെയ്യാൻ ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത്. കാര്യം അങ്ങനെ ചെയ്താൽ ഈ തടിയിലൊക്കെ ചിതലിൻ്റെ അംശം ഉണ്ടാവും. ചിതലിൻ്റെ അംശം മണ്ണിലേക്ക് വ്യാപിക്കുകയും അതൊരു മഴയൊക്കെ പെയ്യുമ്പോൾ വെള്ളം ഇറങ്ങിയിട്ട് മണ്ണ് താന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വർക്ക് ചെയ്തത്. ഇപ്പോൾ നമ്മൾ ചിതലിൻ്റെ അംശമുള്ള ആ മണ്ണിൻ്റെ കംപ്ലീറ്റ് സാധനങ്ങൾ കോരി മാറ്റിയതിന് ശേഷം ഒരു ചുവന്ന മണ്ണാണ് നമ്മളിവിടെ ഫില്ല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാര്യം ചുവന്ന മണ്ണാവുമ്പോൾ മണ്ണിന് നല്ല ഉറപ്പും കാര്യങ്ങളൊക്കെ കിട്ടും. അതിനുശേഷം നേരത്തെ ഉണ്ടായിരുന്ന കോൺക്രീറ്റ് ആ കുഴിയിലേക്ക് ഞങ്ങൾ വെള്ളം ഒഴിച്ച് നന്നായിട്ട് ലെവലിങ് ചെയ്തുകൊണ്ട് ഒരു ലോഡ് ചുവന്ന മണ്ണ് ഇറക്കി ഇതിനകത്ത് ഫില്ല് ചെയ്യുകയാണ് നമ്മുടെ ഉദ്ദേശം. ചില ഓണേഴ്സ് നമ്മുടെ ചോദിക്കാറുണ്ട്, കിണർ വെട്ടിയ മണ്ണ് നമുക്ക് എർത്ത് ഫില്ലിങ്ങിന് ചെയ്യാൻ സാധ്യമാവുമോ എന്ന്. യഥാർത്ഥത്തിൽ പണ്ടത്തെ ആൾക്കാരൊക്കെയാണ് പറയുന്നത് കിണറിൻ്റെ മണ്ണ് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ കിണറിന് നമ്മൾ കുഴിയെടുക്കുമ്പോൾ ആദ്യത്തെ ലെയർ ഒരു 3 ലെയർ 4 ലെയറുള്ള ഉറപ്പുള്ള മണ്ണായിരിക്കും. ചിലപ്പോൾ ചരൾ ചേർന്ന അംശമുള്ള മണ്ണായിരിക്കും. അത് നമുക്ക് യാതൊരു സംശയവും വേണ്ട. അത് നമുക്ക് പ്ലിന്ത് ഫില്ലിങ്ങിന് നമുക്ക് യൂസ് ചെയ്യാം. അതിന് ശേഷമുള്ള ക്ലേയുടെ അംശമുള്ള മണ്ണാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കാൻ സാധിക്കാത്തത്. ക്ലേയുടെ അംശം ഉണ്ടാകുമ്പോൾ അതിൽ നനവിൻ്റെ അംശം കാണും. അത് നമുക്ക് എർത്ത് ഫില്ലിങ്ങിന് സാധ്യമല്ല. ഇപ്പോഴത്തെ കാലത്ത് 3 സെൻറ്റിലൊക്കെയാണ് നമ്മൾ സിറ്റിയിൽ കൂടുതലും ആൾക്കാർ വസ്തു മേടിച്ച് വീട് വയ്ക്കുന്നത്. അപ്പോൾ മുറ്റമോ അതുപോലെ തന്നെ നമുക്ക് ഒരു ഡ്രെയിനേജ് കുഴി കുത്തുവാനുള്ള ഒരു സൗകര്യം പോലും അവിടെ കാണത്തില്ല. കാര്യം സ്ഥലത്തിനൊക്കെ ഒരുപാട് വില കൂടുതലായതുകൊണ്ട് 3 സെൻറ്റിൽ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത കാർപോർച്ചോട് കൂടിയ വീട് നമുക്ക് വയ്ക്കാം. അതുപോലെ തന്നെ കോർപ്പറേഷൻ ഡ്രെയിനേജ് ഉണ്ടെങ്കിൽ നമുക്ക് നിഷ്പ്രയാസം പിടിച്ച് കൊടുക്കാനും സാധിക്കും. അപ്പോൾ 3 സെൻറ്റിലൊക്കെ വീട് വയ്ക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, എർത്ത് ഫില്ലിങ് വളരെ പെർഫെക്റ്റായിട്ട് ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. കാര്യം അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ രീതിയിൽ മഴയൊക്കെ പെയ്യുമ്പോൾ മണ്ണൊക്കെ ഇടിഞ്ഞ് താന്നു കഴിഞ്ഞാൽ നമുക്ക് കോമ്പൗണ്ട് വാളിനെയും ബേസ്മെൻറ്റിലേക്ക് ബാധിക്കാനുള്ള ഒരു സാധ്യത വളരെ വളരെ കൂടുതലാണ്. അതുകൊണ്ട് ബേസ്മെൻറ്റിൽ നിങ്ങൾ വേറെ ഒരു ഉപേക്ഷയും വിചാരിക്കാതെ വരുന്ന എൻജിനീയേഴ്സിനോട് പറഞ്ഞ് ജോലിക്കാരെ കൊണ്ട് നന്നായിട്ട് പണി ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് അതിലുണ്ടാകുന്ന ഒരു കാര്യം. എങ്കിൽ നമ്മുടെ വീട് എപ്പോഴും പെർഫെക്റ്റ് ആയിരിക്കും. ഇവിടെ ഇപ്പോൾ ചുവന്ന മണ്ണതിനകത്ത് ഫില്ല് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് വെള്ളം ഒഴിച്ച് നമ്മൾ അതിൻ്റേതായിട്ടുള്ള ടൂൾസ് കൊണ്ട്, വെയിറ്റുള്ള ടൂൾസ് കൊണ്ട്, അതായത് ഇടിതട്ടി കൊണ്ട് നന്നായിട്ട് ഇടിച്ച് താഴ്ത്തി ലെവൽ ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ അപ്പുറത്തൊരു ബേസ്മെൻറ്റ് പൊട്ടലുണ്ടായിട്ടുണ്ട്. അത് നമ്മൾ രണ്ടാമത് ഇനിയിപ്പോൾ മെയിൻ്റനൻസ് ചെയ്യാനും കൂടി പോവുകയാണ്. ഒരു ബെൽറ്റ് കോൺക്രീറ്റ് പോലെ ചെയ്ത് മെയിൻ്റനൻസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. കോൺക്രീറ്റ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ പാറപ്പൊടി നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യാണ്ടിരിക്കുക. മാക്സിമം നല്ല എംസാൻഡ് തന്നെ, ഫസ്റ്റ് ക്വാളിറ്റി എംസാൻഡ് തന്നെ യൂസ് ചെയ്യുക. ശല്യം അതുപോലെ സിമൻറ്റ് പാകത്തിന് യൂസ് ചെയ്ത് നല്ല രീതിയിൽ തന്നെ കോൺക്രീറ്റ് കുഴച്ചിടാൻ ശ്രദ്ധിക്കണം. ഞങ്ങൾ സാധാരണ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞതുപോലെ വീട്ടുകാർക്ക് പ്രശ്നമുണ്ടോ ഒന്നും ഉണ്ടാവാത്ത രീതിയിൽ കട്ടി കൂടിയ ഷീറ്റ് വെച്ചിട്ടാണ് ഞങ്ങൾ കോൺക്രീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. അത് മനസ്സിലായി, കോൺക്രീറ്റ് സിമൻറ്റ് ഒലിച്ച് പോകത്തില്ല, തറയിലേക്ക് ഒഴിച്ച് പോകാതെ വളരെ പെർഫെക്റ്റായിട്ട് നമുക്ക് ചെയ്യാനും സാധിക്കും. സിമൻറ്റിൻ്റെ പവർ അതുപോലെ തന്നെ കിട്ടുന്നതാണ്. സാധാരണ ഒരു വീട് പണി സിറ്റ് ഔട്ട് ചെയ്യുമ്പോൾ വളരെ ഉറപ്പുള്ള പ്രദേശമാണെന്നുണ്ടെങ്കിൽ നമുക്ക് 50% വരെ നമുക്ക് ഫൗണ്ടേഷൻ ലാഭിക്കാൻ സാധിക്കും. ഞങ്ങളുടെ മെയിൻ്റെനൻസ് ചെയ്യുന്ന വീട് സാധാരണ ഇപ്പോൾ പൊതുവെ ആ പ്രദേശം മൊത്തവും ഉറപ്പുള്ള പ്രദേശമാണ്. എങ്കിൽ പോലും അവർ മണ്ണ് ഫില്ല് ചെയ്ത സമയത്ത്, വീട് പണിക്കാർ മണ്ണ് ഫില്ല് ചെയ്ത സമയത്ത് അവരുടെ കയ്യിൽ നിന്ന് പറ്റിയ ചെറിയൊരു പാകപ്പിഴയാണ് ഈ പറഞ്ഞതുപോലെ മണ്ണ് ഇടിഞ്ഞു താഴാനുള്ള മെയിനായിട്ടുള്ള ഒരു പ്രശ്നം.
സാധാരണ നമ്മളൊരു വീട് പണി ചെയ്യുമ്പോൾ 2 അടി വീതിയിലും 2 അടി താഴ്ചയിലുമുള്ള വാനമാണ് നമ്മൾ കറക്റ്റായിട്ട് എടുക്കുന്നത്. അതിനുശേഷം അതിനെ ബെൽറ്റ് കോൺക്രീറ്റ് ചെയ്ത് ഉറപ്പിച്ച് നിർത്തിയാണ് ക്ലിയർ ചെയ്യുന്നത് ഉറപ്പുള്ള സ്ഥലങ്ങളിൽ. അതിനുശേഷം തന്നെ നമ്മൾ അതിൻ്റെ ഫൗണ്ടേഷനെല്ലാം ക്ലിയർ ചെയ്ത് പ്ലിന്ത് ഫില്ലിങ് ചെയ്യുമ്പോൾ അതിലെന്തെങ്കിലും പാകപ്പിഴ വന്നാൽ ഭാവിയിൽ ചിലപ്പോൾ വിള്ളൽ ഇളക്കം വരാനുള്ള സാധ്യതയുണ്ട്. വാളിലൊക്കെ കോമ്പൗണ്ട് വാളിലും വീട്ടിൻ്റെ ചുമരിലൊക്കെ വിള്ളലുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വളരെയധികം അത് ശ്രദ്ധിച്ച് വേണം. നമ്മുടെ ഈ മെയിൻ്റനൻസ് പണിക്ക് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് വീട് പണിത് കഴിഞ്ഞതിന് ശേഷമുള്ള പൊട്ടലുകൾ ഇങ്ങനെ വന്നതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാനായിട്ട് ബാക്കിയുള്ള എല്ലാ കൂട്ടുകാർക്കും അറിയുന്നതിന് വേണ്ടി. ഇവിടെ ഇപ്പോൾ ആ ചുവന്ന മണ്ണെല്ലാം നമ്മൾ നിരത്തെ എല്ലാം ക്ലിയർ ചെയ്തതിന് ശേഷം നമ്മൾ കോൺക്രീറ്റ് ചെയ്ത് ക്ലിയർ ചെയ്തിരിക്കുകയാണ്. കോൺക്രീറ്റ് ഇടിച്ച് ഞാൻ വീഡിയോയിൽ കണ്ടിരുന്നല്ലോ, ഇടിച്ച് ഉറപ്പിച്ചതിന് ശേഷം നല്ല രീതിയിൽ കോൺക്രീറ്റ് ചെയ്ത് ക്ലിയർ ചെയ്തു. അതിന് ശേഷം തന്നെ നമ്മൾ നേരത്തെ ഒട്ടിച്ചിരുന്ന വീട്ടുകാർ നേരത്തെ ഒട്ടിച്ചിരുന്ന അതേ സെയിം കളറിലുള്ള പാർക്കിംഗ് ടൈൽസ് പണിക്കാരെ കൊണ്ട് അത് സ്ലോപ്പ് ചെയ്യിപ്പിച്ച് ക്ലിയർ ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ ടൈൽസ് നേരത്തെ ഒട്ടിച്ചിരുന്ന ഒരു ഫ്ലോർ ലെവലാണെന്നുണ്ടെങ്കിൽ നമ്മൾ മേസൺ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ ആ ടൈൽസ് ലെവലിൽ നിന്നും ഏകദേശം 1.5 ഇഞ്ചെങ്കിലും താഴ്ത്തിയിടണം. എന്നാൽ മാത്രമേ ടൈല് പണിക്കാർക്ക് വന്നിട്ട് ആ ലെവലിൽ നമുക്ക് നേരത്തെ ഒട്ടിച്ചിരുന്ന ടൈൽസിൻ്റെ അതേ ലെവലിൽ പുതിയ ടൈൽസ് ഒട്ടിക്കാൻ സാധിക്കുകയുള്ളൂ. ലെവൽ ചെയ്തതിന് ശേഷം ഈ പറഞ്ഞതുപോലെ നല്ല രീതിയിൽ സ്ലോപ്പ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ടൈൽസ് ഒട്ടിക്കേണ്ടത്. അതുപോലെ തന്നെ എംസാൻഡ് നല്ല രീതിയിൽ ക്ലിയർ ചെയ്തതിന് ശേഷം അതിൻ്റെ പുറത്ത് ഗ്രൗട്ട് ഫിക്സ് ചെയ്ത് വേണം പാർക്കിംഗ് ടൈൽ ഒട്ടിക്കാൻ. അല്ലെങ്കിൽ പാർക്കിംഗ് ടൈലിൻ്റെ അടിയിൽ പൊള്ള വരികയും പൊട്ടിപ്പോകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഇൻ്റർലോക്ക് പോലെ കട്ടിയല്ലാത്തത് കൊണ്ട് വെട്രിഫൈഡുകളാണ് പാർക്കിംഗ് ടൈലുകൾ വരുന്നത്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് അത് കൈകാര്യം ചെയ്യുക. പാർക്കിംഗ് ടൈൽ ചെയ്തതിന് ശേഷം അതിൻ്റെ വീട്ടിൻ്റെ മുകളിലത്തെ പൊങ്ങിയിരിക്കുന്ന ആ ഒരു ലെവലിൽ നമ്മൾ മഴവെള്ളം ഇറങ്ങി ഇപ്പുറത്തോട്ട് വരാത്ത രീതിയിൽ കോൺക്രീറ്റ് ചെയ്ത് കൂടി ക്ലിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം പാർക്കിംഗ് ടൈൽ നന്നായി കഴുകി വൃത്തിയാക്കി പാർട്ടിക്ക് നേരത്തെ ഉണ്ടെന്ന രീതിയിൽ കൊടുക്കുകയാണ്. വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അടിക്കാനും മറക്കരുത്. താങ്ക് യു സോ മച്ച്.